നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഇതുവരെ ഒരു ഗാഡ്ജറ്റ്സിന്റെയും റിവ്യൂ അതുപോലെ തന്നെ അൺബോക്സിങ്ങും നമ്മൾ നടത്തിയിട്ടില്ല. എന്നാൽ ഇന്ന് ഈ വീഡിയോയിലൂടെ 2 ഗാഡ്ജറ്റ്സുകളാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ആദ്യത്തെ അൺബോക്സിംഗ് ഒരു ഹെഡ്സെറ്റ് ആണ്. റിയൽമിയുടെ ഒരു ഹെഡ്സെറ്റ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് റിയൽമിയുടെ തന്നെ ഏറ്റവും പുതിയ ഒരു മൊബൈൽ ഫോണാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ 2 ഗാഡ്ജറ്റ്സുകളും നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു 3 ദിവസം മുന്നെയാണ് ഞാൻ ഈ 2 പ്രോഡക്റ്റുകൾ ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്തത്. 2-3 ദിവസത്തോടെ തന്നെ ഈ സാധനം എൻ്റെ കയ്യിൽ എത്തിയിരിക്കുകയുമാണ്. എന്തൊക്കെയാണ് ഈ 2 പ്രോഡക്റ്റുകൾ നമുക്ക് ലഭ്യമാകുന്നത്, റിയൽമിയുടെ ഈ ഫോൺ ഏതാണ്, അതുപോലെ തന്നെ റിയൽമിയുടെ തന്നെ ഒരു ഹെഡ്സെറ്റ് ആണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ ഹെഡ്സെറ്റ്, എത്രയാണ് ഈ ഹെഡ്സെറ്റിന്റെ പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. റിയൽമിയുടെ 2 പ്രോഡക്റ്റാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. ഇതൊരു മൊബൈലാണ്, റിയൽമിയുടെ X2 എന്ന ഒരു മൊബൈലാണ്. അതുപോലെ തന്നെ ഇത് റിയൽമിയുടെ തന്നെ ഒരു ഹെഡ്സെറ്റ് ആണ്. ഈ ഒരു ഹെഡ്സെറ്റ് നമ്മൾ ഇതിനോട് കൂടെ പർച്ചേസ് ചെയ്യേണ്ട കാരണം ഈ ഒരു മൊബൈലിൽ കൂടെ നമുക്ക് ഹെഡ്സെറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തത്. നമ്മൾ ആദ്യം മൊബൈൽ ഫോണാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു പാക്കിംഗ് ആണിത്, നമുക്ക് കാണാൻ സാധിക്കും. നല്ല സേഫ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. ഉള്ളിൽ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ടുള്ള പാക്കിംഗ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളൊന്ന് അയച്ചു നോക്കുക. നമ്മളിതിൻ്റെ ഒരു അൺബോക്സ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ മൊബൈലാണ് നമ്മളിപ്പോൾ ആദ്യം തന്നെ അൺബോക്സ് ചെയ്യുന്നത്. മൊബൈലിൻ്റെ നല്ലൊരു പാക്കിംഗ് ഒക്കെയാണ് ഉള്ളത്. എന്തായാലും ഇതാണ് നമ്മുടെ റിയൽമി X2 എന്ന മൊബൈൽ ഫോൺ. ഇതാണ്. ഇതിൽ 6 GB റാമും അതുപോലെ തന്നെ 128 GB ഇൻ്റൽ ആണ് നമുക്ക് ലഭ്യമാകുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും 64 മെഗാ പിക്സൽ പെർഫോമൻസ് ആണ് ഇതിൻ്റെ എക്സ്പെർട്ട്. എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്കിതാ ഇതുപോലെ കാണാൻ സാധിക്കുക. ഇതാണ് നമ്മുടെ റിയൽമി X2 എന്ന മൊബൈൽ ഫോൺ. ഇതാണ്. ഇതിൻ്റെ പ്രത്യേക കവറിലെല്ലാമാണ് ഇത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ കവറൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഇതാണ് നമ്മുടെ മൊബൈൽ ഫോൺ. റോയൽ ഗ്രീൻ കളറാണ് ഇതിൻ്റെ കളർ. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ നല്ലൊരു ലുക്കായിട്ട് നമുക്കിത് കാണുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്യാമറ. ഇതോടുകൂടെ നമുക്ക് 2 പിൻ ചാർജറാണ്. ഇതിൻ്റെ 2 പിന്ന് നമുക്ക് ഒരു പഴയ മോഡലിലുള്ള 2 പിന്നാണ്. പവർ സപ്ലൈ നൽകുന്ന ചാർജറാണ് നമുക്ക് ഇതോടുകൂടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കേബിൾ നമുക്ക് കാണാൻ സാധിക്കും. സാംസങ് പോലുള്ള ഫോണുകൾ ഉപയോഗിക്കുന്ന ചാർജറല്ല. ഇതിൻ്റെ നമ്മൾ സാധാരണ ഇപ്പോൾ വരുന്ന മൊബൈലുകളിൽ കാണുന്ന ചാർജറാണ്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മൊബൈലിലും ഇതുപോലത്തെ ചാർജറാണ്. സാധാരണ നമ്മൾ USB കേബിൾ ചാർജറല്ല. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളൊരു കേബിളാണ്. ഈ ഒരു മൊബൈൽ ഫോൺ കൂടി തന്നെ നമുക്ക് ഇതോട് കൂടി മൊബൈൽ ഫോണിൻ്റെ ഒരു പൗച്ച് കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ലെതറിൻ്റെ പൗച്ചാണ് ഇതോട് കൂടി ലഭ്യമാകുന്നത്. കൂടെ നമുക്ക് ഇതിൻ്റെ കാറ്റലോഗ് കൂടി കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണോട് കൂടി ഇതിൻ്റെ അൺബോക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തായി നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളത് റിയൽമിയുടെ തന്നെ ഒരു ഹെഡ്സെറ്റാണ്. 599 രൂപയാണ് ഈ ഒരു ഹെഡ്സെറ്റ് നമുക്ക് വില വരുന്നത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് റിയൽമിയുടെ ആ ഒരു ഹെഡ്സെറ്റ്. 599 രൂപ വില വരുന്നുണ്ട്. റിയൽമി ബഡ്സ് 2 ആണ്.
നല്ല അടിപൊളി ലുക്കോട് കൂടിയിട്ടാണ് ഈ ഒരു ഹെഡ്സെറ്റ് ഇവിടെ പാക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹെഡ്സെറ്റിൽ റിയൽമിയുടെ ഒരു ബാൻഡ് നമുക്ക് ഇതിന്മേൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹെഡ്സെറ്റ്. നല്ല ചെവിയിലോട്ടൊക്കെ നല്ല ഭദ്രമായിട്ട് നമുക്ക് വെക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഹെഡ്സെറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഇത് നമ്മളെ കഴുത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗാന്ധിക ബലം കൂടി ഇതിന് നൽകുന്നുണ്ട്. ഇങ്ങനെ തമ്മിൽ ഇത് ഒട്ടിപ്പിടിക്കുന്നതോടുകൂടി നമ്മുടെ കഴുത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഹെഡ്സെറ്റ് നമുക്ക് താഴെ വീഴുന്ന ആ ഒരു ഭയമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കാനൊക്കെ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഹെഡ്സെറ്റിൻ്റെ അൺബോക്സിങ്.